സ്റ്റീൽ ബോംബ്, നാടൻ ബോംബ്, ഐസ്ക്രീം ബോംബ് എല്ലാം ഒരു മേശയ്ക്ക് മുകളിലായി നിരത്തി വെച്ചിരിക്കുന്നു. കണ്ണൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് കേരള പോലീസിന്റെ സ്റ്റാളിൽ ബോംബുകളും അവ നിർവീര്യമാക്കുന്ന ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കേരള പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും മേളയിലൂടെ വിശദമായി അറിയാം. AK-47 എന്ന് വെച്ചാൽ റഷ്യൻ മെയ്ഡാണ്. അപ്പോൾ AK-47 വേറെ വെറൈറ്റി ഒരു മോഡലാണ്, അതായത് താർ എന്ന് പറയും. അത് ഇന്ത്യൻ മോഡൽ, തൃച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ SLR ഒക്കെ ഇത് എന്താ പറയുക, പരേഡിന് വേണ്ടിയിട്ടും കേരള പോലീസിലെ പരേഡിനും മിക്കവാറും ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ ഇൻസാസ് അതിൻ്റെയൊക്കെ റൗണ്ടാണ് ഇത് കാണിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മിനിയേച്ചർ രൂപവും ചരിത്രവുമെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ പുതിയ അറിവുകളും മേള പകർന്നു തരുന്നു. ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമുക്കൊരു കാർഡിയക് അറസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി വന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മിഷൻ്റെ സഹായം ഇതായിരിക്കും. ഇത് സാധാരണ നമ്മൾ ആശുപത്രിയിലും ആംബുലൻസ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ എന്നിങ്ങനെ സ്ഥലത്താണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം അടിപൊളി തന്നെയാണ്. എല്ലാം നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ജയിലിൽ ഇതുവരെ കാണാത്ത കാഴ്ചയായിരുന്നു, അതെല്ലാം അതിനുള്ളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. മേള വളരെ നന്നായിരിക്കുന്നു. എല്ലാം അറേഞ്ച്മെന്റ് ഒക്കെ വളരെ സൂപ്പറായിരിക്കും. വൈകുന്നേരം നടക്കുന്ന കലാപരിപാടിയോടെയാണ് മേള ഓരോ ദിവസവും അവസാനിക്കുന്നത്. മെയ് 14 7 ദിനം നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം പ്രദർശന മേളയ്ക്ക് സമാപനമാകും. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.